ഇപ്പോൾ നഗരപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അതിലേക്ക് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടിയാണ് എടുത്തത്. നമ്മളെ ഏൽപ്പിക്കണം, സംസ്ഥാന ഗവൺമെന്റ് ഏൽപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിന് സംസ്ഥാന സർക്കാരിന് യോഗ്യതയും, കാരണം സിആർ നല്ല ലാഭകരമായി നടത്തുക, സിആർ മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റി വിമാനത്താവള കമ്പനികൾക്ക് തന്നെ വലിയ അഭിപ്രായമാണ്. കണ്ണൂർ വിമാനത്താവളം ഈ അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വിമാനത്താവള കാര്യത്തിൽ കേരള സർക്കാരിന്റെ പരിചയമുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുന്നത് രാജഭരണകാലത്ത് രാജാവ് എടുത്ത സ്ഥലത്താണ്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ കൂടെ നൽകിയ സ്ഥലവും ഇതെല്ലാം ഉപയോഗിച്ചാണ് തിരുവനന്തപുരം റെയിൽവേ താവളം നടന്നത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് ആ വിമാനത്താവളം നമുക്ക് പൂർണ്ണമായി തരണം. കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയാണ് വേണ്ടത്, എയർപോർട്ട് അതോറിറ്റിനെ നടത്തുകയാണ് വേണ്ടത്. നടത്തില്ല എന്നാണെങ്കിൽ സംസ്ഥാനത്തെ ഏൽപ്പിക്കണം. പക്ഷെ അതിന് തയ്യാറായില്ല. ബിൽഡിങ്ങിലേക്ക് പോയി. ബിൽഡിങ്ങിന് വിചിത്രമായ നിലയാണ് ഉണ്ടായിരിക്കുന്നത്. 6 വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കാൻ നടത്തിയത്. അതിലൊന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബാക്കി 5 അദാനിക്കാണ് കിട്ടിയത്. അദാനി ഇതുവരെ രാജ്യത്തൊരു വിമാനത്താവളവും നടത്തി പരിചയമുള്ളവരില്ല. എന്നാൽ നേരത്തെ മുതൽക്കേ രാജ്യത്തിനറിയാം നരേന്ദ്രമോദിയും അദാനിയും ഒക്കെ നല്ല പരിചയക്കാരാണ് എന്നുള്ളത്. ആ പരിചയമല്ലാതെ വിമാനത്താവളം നടത്തിയുള്ള പരിചയം ആ കമ്പനിക്ക് ഇതേവരെ ഉണ്ടായില്ല. 6 വിമാനത്താവളത്തിൽ 5 എണ്ണവും ബിൽഡിങ്ങിൽ ഒരു കൂട്ടർക്ക് തന്നെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ആ ബിൽഡിങ്ങിന്റെ രീതികളിൽ തന്നെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സംശയം വരും. ഇതൊരാളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കാര്യങ്ങളായിരുന്നു. ഒരു നാടകത്തിലൂടെ ഈ കാര്യം അദാനിയെ ഏൽപ്പിക്കുക, അതിലൊരു ബിൽഡിംഗ് എന്ന ഒരു മറയിടുക, ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ചിരുന്നത്. അതെല്ലാം ഇനിയുള്ള നാളുകളിൽ വ്യക്തമാകേണ്ടതാണ്. വിമാനം ആകാശത്തിലൂടെ പറക്കുന്നതാണെങ്കിലും വിമാനത്താവളത്തിന് ആവശ്യമായ സൗകര്യം ഭൂമിയിൽ ഒരുക്കേണ്ടതാണ്. ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസനം നടക്കണമെങ്കിൽ അത് അദാനി എന്ന ഒരു കുത്തക വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കാരണം സംസ്ഥാന സർക്കാരാണ് സ്ഥലം എടുത്തു കൊടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തി ഞങ്ങള് വിജയശ്രീരാഗതരായിരിക്കുന്നു എന്ന മട്ടിൽ അദാനി വന്നാൽ അതിനൊക്കെ വഴങ്ങുന്നൊരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് അദാനി പോലും പറയില്ല.
അതൊക്കെ മൊത്തത്തിൽ വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റൊരു വിമാനത്താവളം കൂടി, തിരുവനന്തപുരം വിമാനത്താവളം നല്ല രീതിയിൽ വികസിപ്പിക്കാനായിരുന്നു സർക്കാർ ആഗ്രഹിച്ചിരുന്നത്. അതോടൊപ്പം മറ്റൊരു വിമാനത്താവളം കൂടി ശബരിമലയിൽ തീർത്ഥാടകരായി വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒരു വിമാനത്താവളം കൂടി അവിടെ നിർമ്മിക്കാനുള്ള പഠനങ്ങൾ നടന്നു വരികയുമാണ്. ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗതയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊന്നും 1000 ദിവസം മുൻപ് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല, നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും ഇപ്പം ഞാൻ വിശദമായി കടന്നു പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഗതാഗത സൗകര്യങ്ങളുടെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രീതിയിൽ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിലെ നഗരപാത വികസന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുന്നത്. ഇവിടെ വലിയ തോതിലാണ് ടൂറിസ്റ്റുകൾ എത്തുന്നത്. ചരിത്ര പ്രാധാന്യമുള്ളൊരു നഗരമാണിത്. തൊട്ടു മുൻപിലത്തെ ഒരു പരിപാടി അതായിരുന്നു. അതിനകത്ത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല.